ഇപ്പം നമ്മുടെ കേരള പ്രീമിയർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഇന്റർ കേരളയും തമ്മിലുള്ള കളി ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് കമന്ററി പറഞ്ഞ് ഞാനാണ്. അപ്പോൾ കണ്ടിട്ടുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലായി കാണും. ആ സ്വരം എൻ്റെ ആയിരുന്നു. പിന്നെ 4 മണിക്ക് കളി തുടങ്ങും. 3:58 ആയപ്പോഴാണ് ഞാൻ ഈ സംഭവം റെഡിയായി വന്നത്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് തന്നുള്ളൊരു കമന്ററി ആയിരുന്നു. അതുകൊണ്ട് അത്ര വലിയ മികച്ച കമന്ററി ഒന്നും ആയിരുന്നില്ല. മോശം കമന്ററി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറഞ്ഞത്. ആരെങ്കിലും കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കുക. അപ്പം ആ ഒരു മത്സരത്തിൻ്റെ ഒരു രത്നചുരുക്കത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല മലങ്ക എന്ന് പറയുന്ന ഒരു പയ്യൻ നല്ല കിടിലം പെർഫോമൻസ് ആയിരുന്നു. പിന്നെ റോഷിത്ത്. പക്ഷേ മത്സരത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രകടനം ഇന്റർ കേരളയ്ക്ക് വേണ്ടി കളിച്ച സൽമാൻ ഹാരിസ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട്. ടോപ്പ് നാച്ച് പെർഫോമൻസ് ആണ് അവൻ കാഴ്ചവെച്ചത്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ പകുതിയിൽ അജിസിൽ ഒരു കിടിലൻ കൂടെ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അജിസിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു. പാറ്റൻടാങ്ക് പോലെ ഇടിച്ച് കയറാൻ അജിസിന് പറ്റുന്നുണ്ട്. പിന്നെ മർവാനും തോമസ് ചെറിയാനും ഒക്കെ പ്രതിരോധത്തിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ അവർ ISL ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് കാഴ്ചവെക്കും എന്നുള്ള ഒരു പ്രശ്നമാണ്. തോമസ് ചെറിയാനൊക്കെ ISL സ്കൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ഈ KPL പെർഫോമൻസ് വെച്ചിട്ട് അധികം ഒന്നും അപ്രീഷിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല തോമസ് ചെറിയാനെ ഒന്നും. പക്ഷേ ചെറിയൊരു ശരീരം വെച്ചിട്ട് സൽമാൻ ഹാരിസ് ഇന്റർ കേരളയ്ക്ക് വേണ്ടി നടത്തിയ പ്രകടനം കിടിലമായിരുന്നു. പിന്നെ തോമസ് ചെറിയാനും ഭേദപ്പെട്ട പ്രകടനമൊക്കെ കാഴ്ചവെച്ചു, ഇല്ലാന്നല്ല. പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡിൽ നിന്ന് മലങ്ക എന്ന് പറയുന്ന ഒരു പയ്യൻ നല്ല സൂപ്പർ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അവൻ വിങ് ബാക്ക് ആയിട്ട് മുന്നേറ്റത്തിലും പ്രതിരോധത്തിലും എല്ലാം കിടലും പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. മത്സരത്തിൽ ആദ്യം ഗോൾ നേടിയത് ബ്ലാസ്റ്റേഴ്സ് ആണ്. അജിസലിന്റെ ഒരു കിടലൻ ഹെഡറായിരുന്നു. അതിനുശേഷം ബിബിൻ ബാബു എന്ന് പറയുന്ന ഇന്റർ കേരളയുടെ ഒരു പ്ലെയർ, അവരുടെ വിശ്വാസത്തിന് ഒരു പേരുണ്ടെങ്കിൽ ബിബിൻ ബാബു ആയിരിക്കും. കാര്യം 2 പെനാൽറ്റി സ്പോട്ടുകളും അവർ അവനെ കൊണ്ടാണ് അടിപ്പിച്ചത്. രണ്ടും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായിട്ടുള്ള രജിലിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഡൈവ് ചെയ്തിട്ടാണ് ചാടിയത്. അതായത് ഗോൾ കീപ്പർ യാതൊരു വിധത്തിലുള്ള സ്പേസും നൽകാത്ത വിധത്തിൽ ആദ്യത്തെ ഒരു കിടലൻ പ്ലേസിംഗ് ആണ്, രണ്ടാമത്തെ ഒരു റോക്കറ്റ് പ്ലേസിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആദ്യം ഗോൾ നേടിയത് ബ്ലാസ്റ്റേഴ്സ്, അജിസലിന്റെ ഒരു ഹെഡർ. പിന്നെ നമ്മുടെ ഈ പയ്യൻ ബിബിൻ ഒരു പെനാൽറ്റി സ്പോട്ട് കൺവേർട്ട് ചെയ്ത് അതൊരു കിടലൻ പ്ലേസിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർ ഇടതുവശത്തേക്ക് ചാടിയപ്പം വലതുവശത്തേക്ക് ചാടിയപ്പം ഇവൻ ഇടതുവശത്തേക്ക് പ്ലേസ് ചെയ്തു. പിന്നെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ ഗോൾ മത്സരത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷമാണ്. ഈ മലങ്ക തൊടുത്തുവിട്ട ആക്രമണം അവസാനിച്ചത് അപ്പം എന്താണ് പറയുന്നത്, ഇന്റർ കേരള ഒരു പ്ലെയറിന്റെ തലയിൽ തട്ടി. സഫാൻ അവരുടെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു, ക്യാപ്റ്റനല്ല അവരുടെ ഡിഫൻസീവ് യൂണിറ്റിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സഫാനാണ്. സഫാന്റെ തലയിൽ തട്ടി ഉയർന്ന പന്ത് ഇവൻ പിന്തിരിഞ്ഞു എന്ന റോഷിത്ത് എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സ് താരത്തിന്റെ കാലുകളിലേക്കായിരുന്നു. അവനൊരു കിടിലൻ അക്രോബാറ്റിക് ഫിനിഷ്, ആ ഒരു അക്രോബാറ്റിക് ഫിനിഷിലൂടെ പന്ത് ഡയറക്റ്റ് വലയിലേക്ക് വരുന്നു. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് 2-1 ലീഡ് എടുക്കുന്നു. പക്ഷേ ആ ഒരു ലീഡും അധികം സമയമൊന്നുമില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ഒരു എന്താണ് പറയുന്നത് കാർഡിവെന്റ് വരുന്നുണ്ട്. ആ കാർഡിവെന്റിന്റെ പേരിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇന്റർ കേരളയ്ക്ക് വീണ്ടും ഒരു പെനാൽറ്റി സ്പോട്ട് കിക്ക്. ആ രണ്ടാമത്തെ പെനാൽറ്റി സ്പോട്ട് കിക്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സാധനം നമ്മുടെ ഗോൾ കീപ്പറെ ഇടതുവശത്തേക്ക് ചാടിച്ചിട്ട് വലതുവശത്തേക്ക് ചാടിച്ചിട്ട് ഇടതുവശത്തേക്ക് ഒരു പ്ലേസിംഗ് ആയിരുന്നെങ്കിൽ ലെഫ്റ്റ് ടോപ്പ് കോർണറിലേക്ക് ഒരു വെടിയുണ്ടായിരുന്നു അടിച്ച് കയറ്റിയത്. അവിടെ നമ്മുടെ ഗോൾ കീപ്പർ വലതുവശത്തേക്കാണ് ഡൈവ് ചെയ്തത്. ഏതായാലും ഗോൾ കീപ്പർക്ക് യാതൊരു വിധത്തിലുള്ള സ്പേസ് നൽകാത്ത 2 പെനാൽറ്റി സ്പോട്ട് കിക്കുകൾ കൺവേർട്ട് ചെയ്ത് ബിബിൻ ബാബു ഒരു സമനില ഇന്റർ കേരളയ്ക്ക് നേടിക്കൊടുത്ത്. ഇന്ന് കേരള പ്രീമിയർ ലീഗിലെ 8ാമത്തെ മത്സരമായിരുന്നു. നാളെ കേരള പോലീസും റിയൽ മലബാർ FC തമ്മിലാണ് അടുത്ത മത്സരം നടക്കുന്നത്.